Hi there, welcome back to this course. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് 2D geometrical transforms and viewing under the unit Programming Languages and Computer Graphics. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2D objects such as rectangles, triangles, circles ഇവയിൽ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസും പിന്നെ ക്ലിപ്പിംഗ് കൺസെപ്റ്റ്സുമാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് നോക്കാം. ട്രാൻസ്ലേഷൻ, സ്കെയിലിംഗ്, റൊട്ടേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ഷിയർ ട്രാൻസ്ഫോർമേഷൻസ്. ഈ 5 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസാണ് ഒരു 2D ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഈ ട്രാൻസ്ഫോർമേഷൻസ് മറ്റൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. പിന്നെ കോമ്പോസിറ്റ് ട്രാൻസ്ഫോംസ് where we try to combine different transformations, and last but not the least, line and polygon clipping algorithms. What are 2D transformations? It is the geometrical changes of an object from a current state to a modified state. For example, animation moviesiലും കാർട്ടൂൺസിലുമൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സ് കാണാറുണ്ട്. Now movement of these characters from one position to the immediately next position in the next frame. ഇതിനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. Now what does these transformations do? They manipulate the initially created object instead of having to redraw it. 2 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണുള്ളത്. ഒന്ന് ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്, രണ്ടാമത്തത് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. Geometric transformation എന്നാൽ the object itself is being transformed relative to the coordinate system or background. ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. ഇൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ the object is held stationary. It is not moved while the coordinate system is transformed relative to the object. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Suppose we need to move an automobile against a scenic background. In geometric transformations എന്ത് ചെയ്യും? We move the automobile while keeping the background fixed. എന്നാൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനിൽ എങ്ങനെയായിരിക്കും? തിരിച്ചായിരിക്കും. We keep the car fixed while moving the background scenery. Types of transformations എന്തൊക്കെയാണ്? ട്രാൻസ്ലേഷൻ, സ്കെയിലിംഗ്, റൊട്ടേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ഷിയർ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ലേഷൻ എന്നാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ പോയിൻറ്റ് ആസ് ഇൻ ദ ഡയഗ്രം ബിലോ ഫ്രം വൺ പൊസിഷൻ ടു അനദർ. ഈ ഡയഗ്രത്തിൽ കാണാം പി എന്ന പോയിൻറ്റ് എക്സ് വൈ പൊസിഷനിൽ നിന്ന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന പൊസിഷനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. സോ ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ആഡിങ് എ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് tx and ty to the original coordinate. ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എക്സ് ഡാഷ് വിൽ ബി ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ് ആൻഡ് വൈ ഡാഷ് വിൽ ബി ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ. ഇവിടെ ടി എക്സ് ടി വൈ എന്ന പെയറിനെ പറയുന്നതാണ് ഷിഫ്റ്റ് വെക്റ്റർ എന്ന്. നമ്മൾക്ക് മനസ്സിലാകാനായിട്ട് ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ മതി. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മനസ്സിലാകണമെങ്കിൽ അത് മെട്രിക്സ് ഫോമിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. മെട്രിക്സ് ഫോമിൽ ഒരു കോർഡിനേറ്റ് വാല്യൂവിനെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. ദസ് ഇവിടെ ഓൾഡ് കോർഡിനേറ്റ് വാല്യൂ ഓഫ് ദ പോയിൻറ്റ് പി വിൽ ബി കോളം മെട്രിക്സ് എക്സ് വൈ ആൻഡ് ദ ന്യൂ വാല്യൂ പെയർ വിൽ ബി എക്സ് ഡാഷ് വൈ ഡാഷ്, ദാറ്റ് ഇസ് കോളം മെട്രിക്സ് എക്സ് ഡാഷ് വൈ ഡാഷ്. ദസ് പി ഡാഷ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൊടുത്തിരിക്കുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഇക്വേഷൻസ് തന്നെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ് ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ. സിമ്പിൾ അല്ലേ? അടുത്തത് എന്താണെന്ന് നോക്കാം. സ്കെയിലിംഗ് എന്നാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് ദ സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഓൾട്ടേർഡ്. അപ്പോൾ ഒന്നുകിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് കംപ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് ചെറുതാക്കാം, ഓർ ആ ഒബ്ജക്റ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ദാറ്റ് ഈസ് വലുതാക്കാം. It is simply achieved by multiplying
ഈച്ച് കോർഡിനേറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിലുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സ്കെയിലിംഗ് ഫാക്ടേഴ്സാണ് Sx ആൻഡ് Sy ഹിയർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? The new point, that is x dash will be equal to x into Sx and y dash will be equal to y into Sy. ഇവിടെ x ഡയറക്ഷനിൽ മാത്രം എക്സ്പാൻഡ് ഓർ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ Sxന് ഒരു വാല്യൂ സെറ്റ് ചെയ്യും, while Sy will be equal to 1. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ the scaling factor value should be greater than 1, while compress ചെയ്യണമെങ്കിൽ scaling factor value should be less than 1. ഇനി അഥവാ ആ ഒബ്ജക്റ്റിനെ y ഡയറക്ഷനിൽ മാത്രം സ്കെയിൽ ചെയ്താൽ മതിയെങ്കിൽ we will set a value for Sy and Sx will be equal to 1. മെട്രിക്സ് ഫോമിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാം, മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് റൊട്ടേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്, വിച്ച് ഇസ് ദ ചേഞ്ചിങ് ഓഫ് ദ ആംഗിൾ ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ റൊട്ടേഷൻ ക്ലോക്ക് വൈസും ആകാം ആൻറ്റി ക്ലോക്ക് വൈസും ആകാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് റൊട്ടേഷൻ ആംഗിൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് തീറ്റ. എന്നാൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനോ മൈനസ് തീറ്റയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള എല്ലാ പോയിൻറ്റ്സും റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ട്. കറക്റ്റ്? അപ്പോൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ റൊട്ടേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ദാറ്റ് ഈസ് പിവറ്റ് പോയിൻ്റ്. പിവറ്റ് പോയിൻ്റ് ഇസ് ദ ഒറിജിൻ ബൈ ഡിഫോൾട്ട്. ദാറ്റ് ഈസ് all points of the object are rotated at the angle theta or minus theta. But suppose ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ഒരു കോർണർ പിവറ്റാക്കി വെച്ചിട്ട് ആ കോർണറിൽ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് ബാക്കി റെക്റ്റാങ്കിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പിവറ്റ് പോയിൻ്റ് ഏതായി? ദ കോർണർ ഓഫ് ദ റെക്റ്റാങ്കിളായി. ആ കേസിൽ എന്ത് ചെയ്യും എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ബട്ട് ഇൻ കേസ് ദ പിവറ്റ് ഇസ് ദ ഒറിജിൻ വിച്ച് ഇസ് ബൈ ഡിഫോൾട്ട്, ദ മെട്രിക്സ് ഫോം ഇസ് ഓഫ് ദ ഫോളോയിങ് ഫോം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് തീറ്റ, ദസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, വിച്ച് ഇസ് മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഓൾഡ് പിക്സൽ പോയിൻറ്റ് കോർഡിനേറ്റ്സ് എക്സ് വൈ. അതേസമയം ക്ലോക്ക് വൈസ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ മൈനസ് തീറ്റയാകും. അപ്പോൾ സിൻസ് കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ആൻഡ് സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, അവിടെ ദ റൊട്ടേഷൻ മെട്രിക്സ് വിൽ ചേഞ്ച്. കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്സിലാണ് ഈ റൊട്ടേഷൻ മെട്രിക്സ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സിൻസ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻ കേസസ് വെയർ പിവറ്റ് പോയിൻ്റ് ഇസ് ഡിഫറെൻറ്റ് ദാൻ ഒറിജിൻ എന്താണ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ, ദ ലൈൻ സെഗ്മെൻറ്റ് P1, P2 with the coordinates 1, 2 and 3, 3. We need to rotate the line segment about the point P1. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഫസ്റ്റ് we need to translate the entire line segment such that P1 reaches origin. Since P1 1 2 ആയതുകൊണ്ട് the translation matrix will be -1 -2. ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്തപ്പം കാണാം P1 ഒറിജിനിലെത്തി. ഇനി നമുക്ക് വെറുതെ റൊട്ടേഷൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ബട്ട് വി നീഡ് ടു ടേക്ക് കെയർ ബിക്കോസ് ആഫ്റ്റർ ദ റൊട്ടേഷൻ നമ്മൾ തിരിച്ച് P1 P2വിനെ തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ കൊണ്ടുവയ്ക്കണം. ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് -1 -2 യൂസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷൻ ഓഫ് 1 2 ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തപ്പോൾ കാണാം P1 അതിൻ്റെ
കറക്റ്റ് പൊസിഷനിൽ, നേരത്തെ ഒറിജിനൽ പൊസിഷനിൽ പോയിരുന്നു. എന്നാൽ P2 ബേസ്ഡ് ഓൺ P1 റൊട്ടേറ്റ് ആയിട്ടുണ്ട്. So this is how we transform about the pivot position. Now this can be applied to scaling as well. That is, scaling about pivot ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യണം, പിന്നെ സ്കെയിൽ ചെയ്യും, പിന്നെ again we will translate such that the point at the origin returns to P1. Next, reflection transformation. Reflection എന്നാൽ taking the mirror image of the original object. Reflection എടുക്കുമ്പോഴത്തേക്ക് size of the original image will be maintained. എങ്ങനെയൊക്കെ അത് ചെയ്യാമെന്ന് നോക്കാം. Reflection along x-axis, along y-axis, about the origin and about the line x is equal to y. ഇവിടെ കൊടുത്തിരിക്കുന്ന മെട്രിക്സ് ഫോംസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെങ്കിലും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ്. അവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ആകും. ഫിഗർ എ നോക്കാം. അവിടെ എക്സിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യും, വൈൽ വൈയുടെ നെഗറ്റീവ് വാല്യൂ എടുക്കും. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഫിഗർ എയിൽ ബ്ലൂ ട്രയാങ്കിളിലെ 1 എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 2 2 ആയിരുന്നെന്ന് കരുതുക. 2 -2 ആയിരുന്നെന്ന് കരുതുക. റിഫ്ലക്ഷൻ അലോങ് എക്സ് ആക്സിസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് പുതിയ 1 ഡാഷ് എന്ന കോർഡിനേറ്റിൻ്റെ വാല്യൂ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 2 ആകും, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -2 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എന്തായി? 1 ഡാഷിൻ്റെ കോർഡിനേറ്റ് 2 2 ആകും. സിമിലർലി 2 ഡാഷും 3 ഡാഷും, ദാറ്റ് ഈസ് 2 ഡാഷ് ആൻഡ് 3 ഡാഷ് എന്ന പോയിൻറ്റ്സും ഓഫ് ദ ട്രയാങ്കിൾ. ഇതേ ലോജിക്കിൽ റിഫ്ലക്ഷൻ അലോങ് വൈ ആക്സിസും മനസ്സിലാകും. ഇനി റിഫ്ലക്ഷൻ അബൌട്ട് ഒറിജിൻ നോക്കാം. ഒറിജിൻ ആകുമ്പോഴത്തേക്ക് എക്സ് ഡാഷിൻ്റെ വാല്യൂ -x ആകും, വൈ ഡാഷിൻ്റെ വാല്യൂ -y ആകും. ഫിഗറിൽ കാണുന്ന പോലെ ഒരു ക്വാഡ്രൻറ്റിലുള്ള ഇമേജിൻ്റെ മിറർ ഇമേജ് അതിന് നേരെ എതിരെയുള്ള ക്വാഡ്രൻറ്റിലായിരിക്കും അപ്പിയർ ആകുന്നത്. Now reflection about the line x is equal to y. x is equal to y എന്ന ലൈൻ ആണിവിടെ മിററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ആകും. നെക്സ്റ്റ് ഇസ് ഷിയറിംഗ് ഓർ സ്ക്യൂയിങ്, വിച്ച് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് സ്ലാൻസ് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. 2 തരത്തിലുള്ള ഷിയറിംഗ് ആണുള്ളത്. ഒന്ന് എക്സ് ഷിയർ, രണ്ടാമത്തത് വൈ ഷിയർ. എക്സ് ഷിയറിൽ വൈ കോർഡിനേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, വൈൽ ചേഞ്ചസ് ആർ മേഡ് ടു ദ എക്സ് കോർഡിനേറ്റ്. ഫിഗറിൽ കാണാം, ഒറിജിനൽ ഒബ്ജക്റ്റ് ഒരു റെക്റ്റാങ്കിളാണ്. ഷിയറിംഗ് അക്രോസ് എക്സ് ആക്സിസ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് വൈ ആക്സിസ് ഇസ് മെയിൻറ്റെയിൻഡ്, ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് മെയിൻറ്റെയിൻഡ്. എന്നാൽ അക്രോസ് എക്സ് ആക്സിസ് ഒബ്ജക്റ്റിനെ പുഷ് ചെയ്ത ഒരു എഫക്റ്റാണ് ഇവിടെ കാണുന്നത്. അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാൽ മെട്രിക്സ് ഫോമിൽ കാണാം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എക്സ് പ്ലസ് ഷിയർ എക്സ് ഡോട്ട് വൈ. ഹിയർ ഷിയർ എക്സ് ഇസ് ദ ഷിയറിംഗ് ഫാക്ടർ, വൈൽ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെ y എന്ന വാല്യൂവിൻ്റെ ഒരു ഫാക്ടർ എടുത്തിട്ടാണ് എക്സ് എന്ന കോർഡിനേറ്റ് വാല്യൂവിൽ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ദിസ് ഈസ് എക്സ് ഷിയർ. വൈ ഷിയർ ഇസ് ദ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് ചേഞ്ചസ് വിൽ ബി അപ്ലൈഡ് ടു ദ വൈ കോർഡിനേറ്റ് only. Now depending upon the shearing factor SHY, those horizontal lines
will either slant upwards or downwards. ഇനി നമുക്ക് ഹോമോജനസ് കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം. പലപ്പോഴും ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഒരു സിംഗിൾ ട്രാൻസ്ഫോർമേഷൻ അല്ല അപ്ലൈ ചെയ്യേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, സ്കെയിലിംഗ് ആൻഡ് റൊട്ടേഷൻ എക്സെട്ര. ഇതേപോലെ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ കണ്ടു ട്രാൻസ്ലേഷൻ വാസ് ഡൺ ബൈ ആഡിങ് ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ്, വൈൽ റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ് were done by multiplying the corresponding matrices. Now these computations will increase the complexity, right? അതുകൊണ്ട് to combine multiple transformations into a single transformation, homogeneous coordinates were used. ഇനി ഒരു homogeneous coordinate system എന്താണെന്ന് നോക്കാം. It means ഒരു n ഡയമെൻഷണൽ സിസ്റ്റത്തിനെ n+1 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. Therefore here, since it's a 2-dimensional system, we represent it in a 3-dimensional system. Thus, the 2-dimensional coordinate position xy is represented by the triple coordinates xh, yh, h. H is the homogeneous factor here, such that it satisfies the condition x is equal to xh by h and y is equal to yh by h. ഈ homogeneous parameter h, this will be any non-zero value. Now xൻ്റെയും xhൻ്റെയും വാല്യൂ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് hൻ്റെ വാല്യൂ 1 ആക്കുന്നതല്ലേ നല്ലത്. For this reason, we take each 2-dimensional coordinate and represent it with the homogeneous coordinate x, y, 1. നേരത്തെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിസസിൽ എല്ലാം 2x2 മെട്രിസസ് ആയിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. കറക്റ്റ്? ഇവിടെ ഹോമോജനസ് കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് ഈച്ച് പോയിൻ്റ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ എ 3-dimensional സിസ്റ്റം. അതുകൊണ്ടാണ് താഴെ കാണുന്ന എല്ലാ ട്രാൻസ്ഫോർമേഷൻ മെട്രിസസും 3x3 ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഒരു ഹോമോജീനിയസ് കോർഡിനേറ്റ് പൊസിഷനിൽ നമുക്ക് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ the matrix form would be column matrix x dash y dash 1 is equal to the 3x3 matrix as shown below. അതായത് ട്രാൻസ്ലേഷന് നേരെ കൊടുത്തിരിക്കുന്ന രണ്ടിലേതെങ്കിലും ഒരു മെട്രിക്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ കോളം മെട്രിക്സ് എക്സ് വൈ 1. ഇവിടെ നമുക്ക് കാണാം നേരത്തെ നമ്മൾ 2x2 മെട്രിക്സ് യൂസ് ചെയ്തപ്പോൾ അഡിഷൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റി. ഇതേപോലെ തന്നെ സ്കെയിലിങ്ങും ചെയ്യാം. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത മറ്റു ട്രാൻസ്ഫോർമേഷൻസും ചെയ്യാം, ലൈക്ക് റൊട്ടേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ഷിയറിംഗ്. ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സസ് ഒട്ടും ടഫല്ല. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മെട്രിക്സ് എടുത്തിട്ട് അതിനകത്ത് ഒരു റോയും കോളം കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് അതിനെ സീറോസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് എൻട്രി 1 ആക്കിയെന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കുമ്പം ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇസ് ട്രാൻസ്ലേറ്റ് ദ കോർഡിനേറ്റ് 2, 1 യൂസിങ് ഷിഫ്റ്റ് വെക്റ്റർ 4, 5. ഷിഫ്റ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്ലേഷൻ വെക്റ്ററാണ്. നമ്മൾ ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം അതിനകത്ത് ട്രാൻസ്ലേഷൻ വെക്റ്റർ ആഡ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ ഹോമോജനസ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ പുതിയ ട്രാൻസ്ലേഷൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ മാത്രമല്ല, വേറെ ഏത് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം. ഈ എക്സാമ്പിളിൽ എക്സ് ഡാഷ് വൈ ഡാഷ് 1 is equal to the translation matrix into the column matrix of the old point. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻസർ ദ പോയിൻറ്റ് 66 എന്നാണ് കിട്ടുന്നത്. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, കോമ്പോസിറ്റ് ട്രാൻസ്ഫോംസ്, വിച്ച് മീൻസ് കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്.
നേരത്തെ നമ്മൾ ഹോമോജീനിയസ് കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തതിനെ പറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? ഇറ്റ് വാസ് ദ കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ഓർ റാദർ കമ്പൈനിങ് ട്രാൻസ്ഫോർമേഷൻസ് ഇൻ വിച്ച് മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻസ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ എങ്ങനെയാണത് ചെയ്യുന്നത്? വി ജസ്റ്റ് സിംപ്ലി മൾട്ടിപ്ലൈ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സസ്. നൗ ഫോർ എക്സാമ്പിൾ, കോമ്പോസിഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ ആൻഡ് എ റൊട്ടേഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിനെ ആദ്യം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണം. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എം വിൽ ബി ഈക്വൽ ടു ആർ ഡോട്ട് ടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓർഡർ റിയലി മാറ്റേഴ്സ്. ഓൾവേസ് നമ്മൾ ഏത് ഓർഡറിലാണോ ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കുന്നത് ആ ഓർഡറിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുക. ദീസ് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ക്യാൻ കമ്പൈൻ എനി നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്. രണ്ട് ട്രാൻസ്ലേഷൻസ് ഒരുമിച്ചാകാം, അല്ലെങ്കിൽ രണ്ട് റൊട്ടേഷൻസ് ഒരുമിച്ചാകാം, ഓർ ഈവൻ എ റൊട്ടേഷൻ, എ സ്കെയിലിംഗ് ആൻഡ് എ ട്രാൻസ്ലേഷൻ ഒരുമിച്ചാകാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ റൊട്ടേഷൻ ഓർ സ്കെയിലിംഗ് അബൌട്ട് എ പിവറ്റ് പോയിൻറ്റ്. നമുക്കൊരു റീക്യാപ്പ് നോക്കാം. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വി ട്രാൻസ്ലേറ്റ് വിത്ത് -tx ആൻഡ് -ty, അതായത് ഒറിജിനിലേക്ക് കൊണ്ടുവരും. ആൻഡ് ദെൻ വി ട്രൈ ടു റൊട്ടേറ്റ് ഇറ്റ് വിത്ത് ദ ആംഗിൾ തീറ്റ. ഹിയർ ഇറ്റ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. പിന്നെ അതിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുപോകും, വിച്ച് ഇസ് ട്രാൻസ്ലേഷൻ ഓഫ് tx, ty. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് ഫോം ഒന്ന് നോക്കിയേ. എങ്ങനെയാണ്? p' is equal to t of tx, ty. അതായത് ലാസ്റ്റ് വരുന്ന ഓപ്പറേഷനാണ് ഫസ്റ്റ് എഴുതിയത്. ഇതുപോലെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മൾ മെട്രിക്സ് ഫോമാറ്റിൽ എഴുതുന്നത്. ദസ് p' is equal to t of tx, ty into r of theta into t of -tx, -ty into p, which is the original position of the coordinate. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പ്രോബ്ലമിൽ വന്നാൽ ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് വേണം ആദ്യം ചെയ്തു തുടങ്ങാൻ. ദാറ്റ് ഈസ് ആദ്യം -tx ആൻഡ് -ty പോർഷൻ, അതിനെ വേണം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടു മെട്രിക്സസ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് ഫസ്റ്റ്. ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലേക്കും പോകാം, ബട്ട് സിംപ്ലർ മെത്തേഡ് ഇസ് ഫ്രം ലാസ്റ്റ് ടു ഫസ്റ്റ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ലൈൻ ആൻഡ് പോളിഗൺ ക്ലിപ്പിംഗ് അൽഗോരിതംസ്. ഇവിടെ സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, വ്യൂയിങ് പ്ലെയിൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പോർഷൻ ഓഫ് എ സീൻ ദാറ്റ് ഈസ് ബീങ് ഡിസ്പ്ലേഡ് ഓൺ അവർ മോണിറ്റർ. ഒരു ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വേൾഡ് കോർഡിനേറ്റ്സിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ട പോർഷൻ മാത്രം നമ്മൾ വ്യൂയിങ് പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെ മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് certain parts of the image are inside while others are partially inside and most of it will be entirely outside. ഇവിടെ നമുക്കൊരു ലൈൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കാം. 3 തരത്തിലുള്ള ലൈൻസ് കാണാം. ഒന്ന് വിസിബിൾ ലൈൻ. CD is a visible line. Invisible lines are those which are entirely outside the window. EF is an invisible line. Now clipped lines are those that are partially inside and partially outside. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് the line AB, the point of intersection of the line AB with the window is determined. എന്നിട്ട് അതിൽ വിസിബിൾ പോർഷനും ഇൻവിസിബിൾ പോർഷനും ഐഡൻറ്റിഫൈ ചെയ്യും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ക്ലിപ്പിംഗ്. എന്നിട്ട് ഡിസ്പ്ലേ പർപ്പസിന് വിസിബിൾ പോർഷൻ സെലക്ട് ചെയ്യും, ഇൻവിസിബിൾ പോർഷൻസ് ഡിസ്കാർഡ് ചെയ്യും. താഴത്തെ ഇമേജിൽ നമുക്ക് വ്യൂയിങ് പ്ലെയിൻ ബിഫോർ ക്ലിപ്പിങ്ങും വ്യൂയിങ് പ്ലെയിൻ ആഫ്റ്റർ ക്ലിപ്പിങ്ങും കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് വിസിബിൾ പോർഷൻസ് ഡിസൈഡ് ചെയ്യുന്നതെന്ന്. Now for this purpose multiple algorithms are used or different algorithms are used. December 2019 UGC നെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതംസ്. അതുകൊണ്ട് ഇവിടെ പേര് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിൻ്റെ ആവശ്യമില്ല.
Thus, line clipping algorithms are Cohen-Sutherland algorithm, midpoint subdivision algorithm, Liam-Barsky algorithm, Nichols-Lee-Nichols algorithm. And to be noted, Sutherland-Hodgman algorithm is the polygon clipping algorithm. That's it about clipping. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you and have a good day.